ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് ബംഗാൾ കോട്ടൺ സാരികളുടെ കളക്ഷൻസുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തേതിലുള്ളതെല്ലാം സ്റ്റിഫ് ബംഗാൾ കോട്ടൺ സാരികൾ, നല്ല പ്യുവർ കോട്ടൺ സാരികളാണ് കേട്ടോ. ഇതിനകത്ത് ഒട്ടും മിക്സ് ഒന്നുമില്ല, പ്യുവർ കോട്ടൺ ആണ്. അങ്ങനത്തെ സാരികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെയും ഞാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ കുറേ ബംഗാൾ കോട്ടൺ സാരികളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. വീണ്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണാൻ ശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെക്കണം. ഇതിൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെല്ലാം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ സ്റ്റിഫായിട്ടുള്ള സാരികളാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സാരി കാണിക്കാം. എല്ലാത്തിനും സെയിം റേറ്റിലുള്ള സാരികളാണ് കേട്ടോ. എന്ന് ഞാൻ കൊണ്ടുവരുന്നത് പോലെ തന്നെ സെയിം റേറ്റ്, ഒന്നിലും ഒരു വ്യത്യാസമില്ല, സെയിം റേറ്റാണ്. ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. 499 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. സാരി ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. അടിപൊളി ഒരു ഗ്രീൻ കളറോ സാരി വരുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും സാരിയുടെ ബോഡി പാർട്ട്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറ്, പിന്നെ ഒരു ഗോൾഡൻ. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിൻ്റെ ബോഡി പാർട്ട് പോകുന്നത്. കാണാമല്ലോ അല്ലേ, എല്ലാവർക്കും കാണാമല്ലോ. സാരിയുടെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സൈഡിൽ ഒരു ടെമ്പിൾ ഡിസൈൻ പോലെ വരും. ഇതിൻ്റെ മുന്താണി പാർട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മുന്താണിയിൽ കുറച്ച് ഡിസൈൻസ് വരും. ജാംദാനി ഡിസൈൻ തന്നെയാണ് മുന്താണിയിൽ വരുന്നത് കേട്ടോ. എല്ലാം ജാംദാനി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് മുന്താണി പാർട്ട് വരുന്നത്. മുന്താണി പാർട്ടിൽ ആദ്യം കണ്ട അവിടെ കണ്ട ആ പൂട്ട വർക്കിൻ്റെ തന്നെ എന്താണ് പറയേണ്ടത്, ആ കളർ കോമ്പിനേഷൻ തന്നെ. പിങ്ക്, ഒരു എന്താ പറയേണ്ടത്, ഒരു സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന യെല്ലോയാ കേട്ടോ. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും എടുത്ത് കാണിക്കുന്ന യെല്ലോയല്ല. ഈ ഗ്രീനിൽ വരുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് വരും കേട്ടോ സാരിയുടെ ലുക്ക്. അതിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു ബോർഡറും പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സാരിയുടെ ലുക്ക് വരുന്നു. നല്ലൊരു എന്താ പറയേണ്ടത്, ഒതുക്കമുള്ള നല്ല ഒരു ഗ്രീൻ, എല്ലാവർക്കും ചേരുന്ന ഗ്രീൻ കേട്ടോ. ഈ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് കളറാണ്. ഇങ്ങനെ ഒരു സാരി വരുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഞാൻ കാണിച്ചു തന്നത്. ഇതാണ് ഫസ്റ്റ് സാരി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് അധികവും തന്നെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് സാരി ഞാൻ ഷോൾ മാറ്റിയിട്ടിട്ട് കാണിക്കാം. സെക്കൻഡ് സാരി നോക്കിക്കോ. ആ ഗ്രീൻ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. സെക്കൻഡ് സാരിയും ഗ്രീനിൽ തന്നെയാണ് വരുന്നത്. നോക്കി, ഇതിന്റെ കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, അത് കുറച്ചും കൂടെ ഒരു ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ, അതിലേക്ക് കലർന്നതാണ്. എന്നാൽ അങ്ങോട്ട് കണ്ടമാനം ഡാർക്ക് അല്ല താനും കേട്ടോ. അത് അത്രയും അങ്ങോട്ട് ചാണകപ്പച്ച പോലെ ഡാർക്ക് അല്ല, അത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. ഇത് കുറച്ചും കൂടെ ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ഗ്രീനാണ്. കുറച്ചും കൂടെ ഒരു പച്ച എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് ഇത് വരുന്നത്. അല്ല, പച്ച ഇഷ്ടമുള്ളവർക്ക് പറ്റിയ കളറാണ് ഇത്. ഇങ്ങനെ വരും, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ ആക്ച്വലി ഈ കോമ്പിനേഷനും എല്ലാം സെയിമാണ്. ഈ ഗോൾഡനും ഈ യെല്ലോയിഷ് കളറും പിന്നെ ഈ ഒരു പിങ്കിഷും പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ടെമ്പിൾ വർക്കും എല്ലാം സെയിമാണ്. കുറച്ച് ആ ഗ്രീനിൽ വരുന്ന രണ്ട് ഡിഫറൻസ്, അത് കുറച്ചും കൂടെ ഒരു ചാണകപ്പച്ചയിലേക്ക് കലർന്ന ഒരു കളർ വരും. ഇത് കുറച്ചും കൂടെ ഒരു തെളിഞ്ഞ കളർ വരും. ഇത് കുറച്ചും കൂടെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രീൻ. അപ്പം കുറച്ച് സട്ടിൽ ലുക്കിൽ വേണം എന്നുള്ളവർക്ക്, ഒത്തിരി എടുത്ത് കാണിക്കണ്ട എന്നുള്ളവർക്ക് അതാണ് പറ്റിയ കളർ. അല്ലാത്തവർക്ക് ഇത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഇനി ഇതിൻ്റെ തേർഡ് കളർ കാണിച്ചു തരാം. തേർഡ് കളർ ഒരു ബ്ലൂവിലാണ് വരുന്നത്. എല്ലാം ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിനും കളർ ചേഞ്ചേ ഉള്ളൂ കാര്യമായിട്ട്. ഇതിനകത്ത് ഡിസൈൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിമാണ് വരുന്നത്. ബ്ലൂയിഷ് കളറിൽ വരുന്നത്. ബ്ലൂ ഇഷ്ടമുള്ളവർക്കുള്ളതാണ് ഇത്. ബ്ലൂവിനും ഈ പിങ്കും ഇതും ഗോൾഡനും, ഈ മഞ്ഞയും ഈ ഗോൾഡനും. ഈ ഗോൾഡൻ നിങ്ങൾക്ക് എന്തോരം ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു ഗോൾഡൻ വർക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അടുത്ത കളർ വരുന്നത്, ബ്ലൂ കളറിൽ വരുന്നത്. എല്ലാം നല്ല പ്യുവർ കോട്ടൺ സാരികളാണ്. ഒരു കലർപ്പ് ഇതിനകത്തില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട്. മുന്താണി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ തുമ്പിലേക്ക് പോകുമ്പോഴാണ് ഈ ഡിസൈൻ വരുന്നത്. ഈ ഡിസൈൻ ആക്ച്വലി നമ്മൾ ഉടുത്ത് വരുമ്പം ഈ ഒരു ഇവിടെ നിന്ന് മുതലേ ഈ ഡിസൈൻ വരും.
ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു വരുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. കണ്ടോ, നമുക്കിപ്പോഴത്തെ തുമ്പിന്റെ നീളം കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ടിലും കൂടെ കുറച്ച് ഇത് ഇറങ്ങി വരും. കാരണം ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഉള്ളിലേക്കും കൂടെ ഉണ്ട് കുറച്ച്. അതായത് കുറച്ച് വീതിക്കായി ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാർട്ട് ഇത്രയും വീതിയുണ്ട്, ഇവിടുന്ന് ഇവിടം വരെയും വീതിയുണ്ട് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ മാംഗോ ഡിസൈൻ, മാംഗോ ബൂട്ടാസ് വരുന്നത്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞത് ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ കുറച്ച് അടുത്ത് വരുന്ന ഈ ഒരു വർക്ക് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതാണ് പിന്നത്തെ കളർ വരുന്നത്. ഇനി അടുത്ത രണ്ട് ഡിസൈൻസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അതായത് ഇതിനകത്ത് വരുന്നത് രണ്ട് കളർ കോമ്പിനേഷൻസ് മാറി മാറി വരുന്നത്. ഇതാ കണ്ടോ, ഇതൊരു നല്ല സാരിയാണ്. കാരണം ഒരു നല്ല സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന സാരിയാണ്. ഇവിടെ ഒരു ലൈറ്റ് കളർ വരും, ലൈറ്റ് ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീൻ. ഇവിടെ ഒക്കെ ഉണ്ടോ ഈ ഒരു കുഞ്ഞ് ടെമ്പിൾ വർക്ക്, പാരറ്റ് ഗ്രീൻ, ഒരു ബുട്ട ഡിസൈൻ, വീണ്ടും ഒരു ചെറിയ ടെമ്പിൾ വർക്ക്. പിന്നെ വരുന്നത് കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ, എന്നുവെച്ചാൽ ബോട്ടിൽ ഗ്രീൻ പോലെ ഡാർക്ക് അല്ല. പിന്നെ വീണ്ടും ആ ലൈറ്റ് ഗ്രീൻ. പിന്നെ ആ തുമ്പത്തേക്ക് വരുന്തോറും വീണ്ടും ഇങ്ങനെ വരുന്ന ആ ടെമ്പിൾ ഡിസൈനും ഒരു നല്ല വീവിങ് ബോർഡറും എല്ലാം വീവിങ് വർക്കാണ് കേട്ടോ. ആ സാരികളിലും എല്ലാം വീവിങ് വർക്കാണ് വരുന്നത്. ഇതിനകത്തൊന്നും പ്രിന്റ് ഇല്ല. ഇത് മുന്താണിയിലാണ് ഈ ലൈൻ പാറ്റേൺ വരുന്നത്. ഈ ലൈനാണ് മുന്താണിയിൽ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളൂ. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ആ ലൈൻ വരത്തില്ല, പ്രിന്റ് മാത്രം വരും. ഇതാ ഇങ്ങനെ വരും ഒരു സാരിയുടെ ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഈ സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. കുറച്ചും കൂടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ്. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയത്. ഇതിൻ്റെയൊക്കെ കളറുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെയിം കളറിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻസ് ഒരു സാരിയിൽ വന്നിരിക്കും. അപ്പൊ അതിനകത്ത് ഗ്രീനിന്റെ രണ്ട് കോംബോയാ വന്നിരുന്നെങ്കിൽ ഇതിൽ നോക്കിക്കേ ഒരു പിങ്കിന്റെ കോംബോ, റാണി പിങ്ക് കളറിന്റെ കോംബോയാ വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് പിങ്ക്, ഇവിടെ വരുമ്പോൾ ശരിക്കുള്ള ഡാർക്ക് റാണി പിങ്ക്. നല്ല സാരിയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഡിസൈനും ഇതൊക്കെ ഒരു വീവിങ് ഡിസൈൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ വീവ് ആയതുകൊണ്ട് അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ വരും സാരി. ഇതിന്റെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും. നല്ലൊരു കളറാണ് ഇത്, നല്ല എടുപ്പുള്ള ഒരു കളറാണ്. ബോർഡറിൽ വരുമ്പോഴത്തേക്കും വരുന്നത് മുന്താണിയിൽ ഈ ലൈനും കൂടെ വരും. പിന്നെ ഈ ടെമ്പിൾ ഡിസൈനും ഒക്കെ കണ്ടോ, ഈ അടുത്തടുത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു ടെമ്പിൾ ഡിസൈൻസ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നമ്മൾ ഞെറിഞ്ഞു കുത്തിയൊക്കെ ഉടുത്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ രണ്ട് കളറിൻ്റെ കോംബോയും പിന്നെ ഇതും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിക്ക് നിൽക്കും ഈ സാരിയൊക്കെ. എല്ലാത്തിനും 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഡാർക്ക് ഗ്രീനിലേക്ക് കലർന്ന ഒരു കളറാണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്ന ബോർഡറാണ് ഇതിൻ്റെ ഭംഗി. ഈ ടെമ്പിൾ ഡിസൈനും ഈ ബോർഡറും കൂടെ ഉള്ളപ്പം നമ്മളിത് ശരിക്കും അങ്ങോട്ട് ഞെറിഞ്ഞു കുത്തി ഉടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് വെച്ച് കാണിച്ചു തരാം നിങ്ങൾ. കണ്ടു, ഇങ്ങനെ കുത്തി ഉടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ബ്ലൗസും കൂടി ഇട്ടിട്ട് ഉടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. കാരണം രണ്ട് കളറ് വിട്ട് വിട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് വരുന്നത്. ഒറ്റ കളറിൽ ഒരേ രീതിയിൽ പോകുന്നതിനും കൂടുതൽ കുറച്ചും കൂടെ ഒരു നല്ല ഒരു ലുക്ക് ഇതിന് വരും. പിന്നെ ഈ ടെമ്പിൾ ഡിസൈനൊക്കെ കാണാൻ പാകത്തിന് ഉടുക്കുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. കണ്ടോ, ഇതിനകത്ത് ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പ്രത്യേകം എല്ലാ പ്രാവശ്യം പറയാറുണ്ട്, നിങ്ങളുടെ എന്താണ് ബോഡി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. വണ്ണമുള്ള ആളാണോ, ഇപ്പൊ എന്നെ പോലെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിന്റെ ബ്ലൗസ് മുറിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഭംഗി. കാരണം നമുക്ക് പ്ലീറ്റ്സ് കിട്ടും ആവശ്യത്തിന്. അതിനകത്ത് ബ്ലൗസ് എല്ലാം മുറിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പ്ലീറ്റ്സിന്റെ എണ്ണം കുറഞ്ഞു പോകും. അടുത്തത് ഒരു പിങ്കാണ്. ഇത് വീണ്ടും ജാംദാനി ഡിസൈനാണ്. അത് അപ്പം കാണിച്ച 2-3 ബൂട്ട ഡിസൈൻ ആയിരുന്നു. ഇത് ജാംദാനി ഡിസൈനിലാണ് വീണ്ടും വരുന്നത്. ഇങ്ങനെ വരും പല്ലു.
കണ്ടോ, ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും എല്ലാം കോമ്പിനേഷനും ബൂട്ട ഡിസൈനും, ഇടയ്ക്ക് ഇതിനകത്ത് ഗോൾഡൻ വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂടിയതാണ്. ഈ കാണുന്നതെല്ലാം ഗോൾഡനാണ് കേട്ടോ, ഗോൾഡൻ ത്രെഡാണ് ഈ കാണുന്നത്, ഗോൾഡൻ വീവിങ് ആയി കാണുന്നത്. അതൊക്കെ നമുക്ക് വീഡിയോയിലൊക്കെ എന്തോരം കിട്ടുമെന്ന് അറിയത്തില്ല. പച്ചയുടെ ഇടയ്ക്കും ഈ ബ്ലൂവിൻ്റെ ഇടയ്ക്കും എല്ലാം കാണുന്നത് ഗോൾഡൻ വീവിങ് ആണ് കേട്ടോ. ബോഡി പാർട്ടിൽ വരുമ്പോൾ എന്താ ഇങ്ങനെ വരും. നല്ലൊരു ക്യൂട്ട് പിങ്ക് കളർ കേട്ടോ. ഇതൊക്കെ സിംഗിൾ കളറിലാണ് ഈ സാരികളൊക്കെ വരുന്നത്. അങ്ങനെ വരും സാരി. ഈ സാരിയുടെ രണ്ട് സൈഡിലും ഈ ബോർഡർ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡർ ഇല്ലേ, ഈ ബോർഡർ ഈ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിലും പോകുന്നുണ്ട്. ആ ടെമ്പിൾ ബോർഡറും പിന്നെ ഉള്ളിൽ മുഴുവനും ആ ബൂട്ട വർക്കുമാണ് വരുന്നത്. അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ്. അത് ഇങ്ങനെ വരുന്നത് കളർ, ഗ്രീനിൻ്റെ തന്നെ വേറൊരു കളർ. ഇതാദ്യം കാണിച്ച ഗ്രീൻ അല്ല കേട്ടോ, വേറൊരു ഗ്രീനാണ്, കുറച്ചും കൂടെ തെളിഞ്ഞ ഗ്രീനാണ്. ഞാനൊരു ചാണകപ്പച്ച കളർ കാണിച്ചു. ഗ്രീനിൻ്റെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കളറാണ്. ഓക്കെ, എന്നാ ഭംഗിയുള്ള കളറാണ്. എനിക്ക് നല്ല അടിപൊളി കളർ, അടിപൊളി ഒരു ഗ്രീനായിട്ട്. പിങ്ക്, മഞ്ഞ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ ഗ്രീനാണ്. അതിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രീനാണ് ഇത്. അതുപോലെ ഈ ഒരു കവടങ്ങിൻ്റെ കളർ ഉണ്ടല്ലോ, ചാണകപ്പച്ച കളർ കളറില്ല, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഇങ്ങനെ വരും ഇതിൻ്റെ മുന്താണി പാട്ടിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, ഇങ്ങനെ വരും. കുറച്ചധികം മേളിലേക്ക് കയറിയിട്ട് ഈ ഡിസൈൻ കിട്ടും നമുക്ക്. പച്ച എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ, കാരണം കുറേ പച്ച സാരികളുണ്ടെന്ന്. അതുകൊണ്ട് പച്ചയുടെ പല വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം കൂടെ കൺഫ്യൂസ് ആവും നിങ്ങൾ അല്ലെങ്കിൽ അയച്ചു കഴിയുമ്പം. അടുത്തത് മെറൂൺ കളറാണ്. മെറൂണായത് ശരിക്കുള്ള മെറൂൺ കളർ, മെറൂണും ബ്ലൂവും കൂടെ നല്ലൊരു കോംബോയാണ്. ഈ സാരി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നിട്ട് ആദ്യം ഇട്ടപ്പോഴേ പോയ ഒരു സാരിയാണ്. പ്രാവശ്യം ഒരെണ്ണേ ഉള്ളൂ, വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ലൈനും ഈ ഒരു വർക്കും കൂടെ വരുന്നത് കൊണ്ടായിരിക്കാം. കണ്ടോ, ഈ ഒരു ത്രെഡ് വർക്കും കൂടെ ഇവിടെ വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ അത് ഉടുത്ത് കഴിയുമ്പോഴും കണ്ടോ ഇതിൻ്റെ ബൂട്ട ഡിസൈൻ വരും. ഉള്ളിൽ ചെറിയ ചെറിയ ബൂട്ടാസ് വരും. ഇവിടെ ബ്ലൂ ആണ് കേട്ടോ, ഇത് ഈ ലൈൻസ് വരുന്നത് ബ്ലൂ ആണ്. പിന്നെ ഈ മാംഗോ ബൂട്ടാസും കൂടെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോർഡറും വരും. അങ്ങനെ ഈ സാരി വരുന്നത് ഇങ്ങനെ വരും. പിന്നെ ഇതിന് മുന്താണിയിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മുന്താണിയിൽ ഈ ലൈൻ മാത്രം വരും, മാത്രമേ ഉള്ളൂ മുന്താണിയിൽ. ഈ ഒരു ബുട്ട ഡിസൈൻ അങ്ങേറ്റം വരെ പോകുന്നുണ്ട് കേട്ടോ, മാംഗോ ബൂട്ടാസ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇനി ഇതിൻ്റെ ഒരു പിസ്ത ഗ്രീനാണ് ഉള്ളത്, തത്തപ്പച്ചാന്നും പറയാം, പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. ഇതാ നല്ലൊരു ഗ്രീനാണ്. മുന്താണി പാർട്ടായി കാണുന്ന ലൈൻ വരുന്നത് മുന്താണി പാർട്ടാണ്. ഇങ്ങനെ വരും. ഇത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് എന്നാ പിസ്ത ഗ്രീനിലേക്ക് കളർ, ചെറിയൊരു ലൈറ്റ് പിസ്ത ഗ്രീനും ഇതൊരു പാരറ്റ് ഗ്രീനും, രണ്ട് കളർ. ഇത് മുന്താണി പാർട്ടാണ് കേട്ടോ. ബോഡി പാർട്ട് ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഇതെടുക്കണേ. നല്ല കളറാണ്, അടിപൊളി കളറാണ്. വീണ്ടും വീണ്ടും ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നില്ലെന്നേ ഉള്ളൂ. ബംഗാൾ കോട്ടൺ സാരികളിൽ എല്ലാം വീവിങ് ആണ് വരുന്നത്. ഈ കാണുന്നതൊന്നും പ്രിന്റ് അല്ല, ഇതെല്ലാം വീവിങ് ആണ്. ത്രെഡിൻ്റെ വീവിങ്, ഹാൻഡ് വീവിങ് ആണ്, ഹാൻഡ് വീവിങ് വർക്കാണ് ഇത് മുഴുവനും. അവിടുത്തെ ആരാ പറയേണ്ടത്, അവിടുത്തെ ആർട്ടിസൻസ് ഉണ്ടല്ലോ, അവരിരുന്നിട്ട് ഹാൻഡും കൊണ്ട് ചെയ്യുന്ന ഹാൻഡ് വീവിങ് വർക്കാണ് ഇത് മുഴുവനും.
അടുത്ത കളറ് എന്ത് കളറാ? സീ ബ്ലൂ, സീ ഗ്രീനോ സീ ബ്ലൂന്നോ ഗ്രീനിഷ് ബ്ലൂന്നോ ഒക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു കളർ. ഗ്രീനും അല്ല ബ്ലൂവും അല്ലാത്തൊരു കളറില്ലേ, നമുക്കത് എന്താ പറയേണ്ടത്, പെട്ടെന്ന് അത് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയാനേ പറ്റത്തില്ല എന്താ കളറെന്ന്. അങ്ങനത്തെ ഒരു കളറാണ് ഇത്. നോക്കിക്കോ, കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഇതാ കളർ. ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളർ. കളർ ഇങ്ങനെ വരും. ബോഡി പാർട്ടായി കണ്ടത്. ഇനി ഇതിൻ്റെ മുന്താണി പാർട്ട് തരും. ഇതൊക്കെ അങ്ങോട്ട് എന്താ പറയേണ്ടത്, ലൈറ്റായിട്ട് നിൽക്കുന്ന കളറാട്ടോ, അല്ലാതെ ഇങ്ങനെ ഡാർക്കായിട്ട് ഒത്തിരി അങ്ങോട്ട് തെറിച്ച് നിൽക്കുന്ന കളറൊന്നും അല്ല. ഈ യെല്ലോയിഷ് കളറൊക്കെ വളരെ സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന കളറാട്ടോ. കണ്ടോ, ഫുൾ ഹാൻഡ് വർക്കാണ്, വുവൺ വർക്കാണ്. ഇനി ഇതിനകത്തുള്ള ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പോഴും. ഈ ബംഗാൾ കോട്ടൺ സാരികൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റിയുടെയാണ്. അപ്പം ആ ക്വാളിറ്റി അനുസരിച്ച് അതിന് റേറ്റ് വരും കേട്ടോ. അപ്പം അങ്ങനത്തെ 3 സാരികളാണ് ഇനിയുള്ളത്. ഈ സാരികൾക്ക് വർക്ക് കൂടുതലാണ് ഇതിനകത്ത്, ഇതിൻ്റെ സ്റ്റഫും ഡിഫറെൻ്റ് ആണ്. അതാണ് ഈ സാരികളുടെ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഹാൻഡ് വീവിങ് വർക്ക് വരുന്നത് കുറച്ച് കൂടുതലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സാരി കണ്ടോ, ഇതാ ഫസ്റ്റ് സാരി. ഇത് മുഴുവനും വീവിങ് വർക്കായി വരുന്നത് കേട്ടോ. നോക്കി, തിരിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇതിൻ്റെ കളർ എന്നാന്ന് ചോദിച്ചാൽ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ, ഡാർക്കല്ല ലൈറ്റ്. അതിനകത്ത് ബ്ലൂ കളറിൻ്റെ വർക്ക്, നല്ല സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന സാരിയാണ് കേട്ടോ. എടുത്ത് കാണിക്കുകയില്ല, എന്നാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാരിയാണ്. പിന്നെ ഇതിൻ്റെ മുന്താണി പാർട്ടായി കാണുന്നത്, അതുകൊണ്ട് അതിനകത്ത് ഈ ലൈൻ പാറ്റേൺ വന്നിരിക്കുന്നത് മുന്താണി പാർട്ടിൽ. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ലൈനൊന്നും വരുന്നില്ല. അങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 650 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. കാരണം ഇതിന് ഇത്ര റേറ്റ് വരാൻ കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മെറ്റീരിയൽ മറ്റതിൻ്റെ പോലെ അത്രയും ഒരു ഹാർഡും അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് മെറ്റീരിയലാണ്. അതായത് കോട്ടൻ്റെ ഡിഫറൻസ് ആണത്. കുറച്ചും കൂടെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ട, ഇതിനകത്തുള്ള വർക്ക് കണ്ട. ഇതൊരു എന്താ പറയണ്ടത്, 2 കളറും എടുത്ത് കാണിക്കുന്ന കളറുമല്ല, ഒതുങ്ങി നിൽക്കുന്ന കളറാണ്. ലൈറ്റ് പിസ്ത ഗ്രീനും ലൈറ്റ് ഒരു ബ്ലൂവിൻ്റെ ആണെങ്കിലും അങ്ങനെ എടുത്ത് കാണിക്കുന്ന കളറല്ല, ലൈറ്റ് കളർ. ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളർ. സെയിം റേറ്റ് 650 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൻ്റെയൊക്കെ ബോർഡർ ഡിസൈനും ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന്. കണ്ടോ, വീവിങ് വർക്കൊക്കെ ഇതിനകത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് റേറ്റും കൂടുതൽ വരുന്നത്. അതുപോലെ അതിൻ്റെ സ്റ്റഫും നല്ലതാണ്. എന്നോട് പലരും പറഞ്ഞു ബംഗാൾ കോട്ടൻ്റെ കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽ കൊണ്ടുവരാം. ഇത് കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽ, കുറച്ചും കൂടെ അല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ വർക്കും ഒക്കെ നോക്കിക്കേ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നോക്കി, ഈ വർക്കൊക്കെ ഒന്ന് നോക്കിക്കേ, ബ്ലൂവും ആ പിങ്ക് വർക്കും ബോഡിയിലെ വർക്കും ഒക്കെ നോക്കിക്കേ. അതിനൊക്കെ ആ ഒരു എലഗൻസും ക്ലാസ് ഫീലിങ്ങും ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം അതിൻ്റെ റേറ്റും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ കാണിച്ചത് മുന്താണി പാർട്ടായിരുന്നു, ബോഡി പാർട്ട് കാണിക്കാം. എന്താ, ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ക്ലോസർ വ്യൂവിൽ കാണിച്ചു തരാം. ക്ലോസ് ആയിട്ട് നോക്കിക്കോ. ഇതൊക്കെ നല്ല എന്താ പറയേണ്ടത്, സട്ടിൽ ലുക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിന് ആ ഒരു ഷീനും ഒരു ഇതുമൊക്കെ ഒരു ഡിഫറെൻ്റാണ്. കളറും ഒരു എന്താ പറയണ്ടത്, ഗ്രീനും ഇതൊക്കെ ബ്ലൂ. ഇത് ബ്ലൂ കേട്ടോ, ഇതൊരു ലൈറ്റ് പിങ്ക്. ഫുള്ള് ഹാൻഡ് വോൺ വർക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമായി കാണുന്നു, നോക്കി.
ഇതിന് വില വരുന്നത് 650 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, എല്ലാവരും കൂടെ എന്നോട് ചോദിക്കരുത് കേട്ടോ. ഒറ്റ സാരിയേ ഉള്ളൂ, ഒന്നേ കിട്ടിയുള്ളൂ. നിങ്ങളെല്ലാവരും ഡിമാൻഡ് ചെയ്ത സാരിയാണ്. ഞാൻ കൂടുതൽ ചോദിച്ചു, പക്ഷെ അവരുടെ അടുത്തില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ സാരി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ കൊണ്ടുവരും. ബംഗാൾ കോട്ടൺ സാരിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതുപോലത്തെ അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന്. വൈറ്റ് റെഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ്. ഒത്തിരി എൻക്വയറി എനിക്ക് വന്ന സാരി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു 5-6 വേണമെന്ന്. അവർ പറഞ്ഞു അങ്ങനെ കിട്ടാൻ ഒരു നിവൃത്തിയില്ല മാഡം എന്ന്. അന്ന് ഉണ്ടായിരുന്നതിൽ ബാക്കി കിടന്നതാണ് എനിക്ക് കിട്ടിയത്. ബോഡി പാർട്ടാണ് കണ്ടത്. ഇതാണ് മുന്താണി പാർട്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി വരുന്നത് ആ വൈറ്റിൻ്റെ റെഡിൻ്റെയും കൂടെ കോംബോ വരുമ്പോഴാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ തുണി നല്ല തുണിയാണ്. മറ്റേ ആദ്യം കാണിച്ച 499 തുണിയല്ല, ഇതിൻ്റെ തുണിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ 650 പറഞ്ഞ തുണി എല്ലാത്തിൻ്റെയും തുണികൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിനും വരുന്നത് 650 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ സാരികളുള്ളത്. ഒരുപാട് സാരികൾ ഞാൻ കാണിച്ചു. ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും വെറൈറ്റീസൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഞാനിപ്പം കുറച്ച് നാളായിട്ട് കാണുന്നത്, ഈ സാരികളും കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരേ സാരികളാണ്. അങ്ങനെ ഞാൻ എവിടെ നിന്ന് എൻ്റെ കയ്യിൽ 1-2 ഒക്കെ കാണുള്ളൂ. ചിലതിൻ്റെയൊക്കെ 2-3 പീസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വൈറ്റിൻ്റെയൊക്കെ ഒറ്റ പീസേ ഉള്ളൂ. ആഷൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിനകത്തൊക്കെ 2-3 പീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ അവരോട് ചോദിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നെങ്കിലും കിട്ടുന്നതനുസരിച്ചല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് റിപ്പീറ്റഡ് വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇപ്പം ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഉള്ള സാരികളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.